السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ പഠിക്കുന്ന ഇൽമ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രയോജനപ്പെടുന്ന, നമ്മളെ അമലിലേക്ക് വഴിനയിക്കുന്ന നാഫിയായ ഇൽമാക്കി റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റുമാറാവട്ടെ. നമ്മുടെ ഈ പരിശ്രമങ്ങളെല്ലാം അല്ലാഹു തആല അവൻ തൃപ്തിപ്പെടുന്ന നാളെ മീസാനിന്റെ തുലാസിൽ ഭാരം തൂങ്ങുന്ന അമലായി നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. ശബ്ദം കേൾക്കാമോ കറക്റ്റ് ആയിട്ട്? ശബ്ദം കേൾക്കാമെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ കൈയുടെ ചിഹ്നം ഒന്ന് ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്തോളും. ശബ്ദം പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കേൾക്കാം. കേൾക്കും. അൽഹംദുലില്ലാഹ്. അപ്പോ നമ്മൾ ഇതുവരെയുള്ള പാഠങ്ങളിൽ ചർച്ച ചെയ്തത് ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഈ പറയപ്പെട്ട എല്ലാ ശുദ്ധീകരണങ്ങളും നമ്മുടെ ബാഹ്യമായിട്ടുള്ള വുളുവിലൂടെയും കുളിയിലൂടെയും തയമ്മിലൂടെയും നമ്മുടെ ബാഹ്യ ശരീരത്തിന് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ശുദ്ധീകരണം അതിന് എന്തിനാണ്? അത് വലിയ ഒരു ഉത്തമമായിട്ടുള്ള ഒരു അമൽ ചെയ്യാൻ, നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നതാണ്, സ്വർഗത്തിന്റെ താക്കോൽ അത് നമസ്കാരമാണ്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമസ്കാരം കൃത്യമായിട്ട് നിലനിർത്തിയെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. സ്വർഗത്തിന്റെ താക്കോലാണ്. അതേപോലെ നമസ്കാരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ശുദ്ധീകരണമായിട്ടുള്ള വുളുവാണ്. അതിന് മുന്നോടിയായിട്ടുള്ള വുളു ആണ്. അപ്പോൾ ഒരാളുടെ വുളു ശരിയായെങ്കിൽ മാത്രമാണ് അയാളുടെ ബാക്കിയുള്ള മരണത്തിന് ശേഷമുള്ള സ്വർഗപ്രവേശനവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാവും. ഒരു ഹദീസ് നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട നമസ്കാരത്തിന്റെ മഹത്വങ്ങൾ, നമസ്കാരത്തിന്റെ ഗൗരവം എത്രയാണ് എന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് കൃത്യമായിട്ട് ധാരണയുള്ളവരാണ്. ഒരു ചെറിയൊരു ഹദീസ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സഹാബാക്കളോടായിട്ട് ചോദിച്ചു, അല്ലയോ സഹാബ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഒരാളുടെ വീടിനരികിൽ അദ്ദേഹത്തിന്റെ വീടിനും അതേപോലെ അദ്ദേഹം പണി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിനിടയിലും, അദ്ദേഹത്തിന്റെ പണി ചെയ്യുന്ന സ്ഥലത്തിനും അദ്ദേഹത്തിന്റെ വീടിനും ഇടയിലായിട്ട് 5 നദികൾ ഒഴുകുന്നുണ്ട്. അദ്ദേഹം വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് അഴുക്ക് പുരണ്ട ശരീരവുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വേളയിൽ ആ ഓരോ നദികളിലും ഇറങ്ങി കുളിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഒരു തരി അഴുക്ക് ശേഷിക്കുമോ? എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, ഒരിക്കലും ഇല്ല നബിയെ. കാരണം 5 നദികളാണ്. ഒരു നദിയിൽ തന്നെ കുളിച്ചാൽ ശരീരത്തിലുള്ള അഴുക്കുകളെല്ലാം പോവും. അതേപോലുള്ള 5 നദികളിൽ കുളിച്ച് ശുദ്ധീകരിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ശരീരത്തിൽ ഒരു അഴുക്ക് പോലും ശേഷിക്കാത്ത നിലയിലാണ് എത്തുക എന്ന് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, ഇതുപോലെയാണ് മുഅ്മിനിന്റെ നമസ്കാരം. അവന്റെ 5 നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് അവന്റെ ദിവസത്തിൽ വരുന്നതായിട്ടുള്ള ചെറിയ പാപങ്ങളെയെല്ലാം മായ്ച്ചു കളഞ്ഞ് അതിന്റെ കറകളെയെല്ലാം നീക്കി അവനെ പരിശുദ്ധീകരിക്കുന്നതാണ്. ഈ 5 നേരത്തെ നമസ്കാരത്തിന് അത്രത്തോളം പ്രാധാന്യം ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അതേപോലെ ഒരുപാട് ഹദീസുകൾ ഈ നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നതായിട്ടുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ദീനിന്റെ തൂണായിട്ടാണ് നമസ്കാരത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ നമസ്കാരമില്ലാത്തവന് അവൻ കാഫറായി മരിച്ചു കൊള്ളട്ടെ. അതേപോലെ കാഫറിനെയും മുസ്ലിമിനെയും തമ്മിൽ വ്യത്യാസം വേർതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമസ്കാരമാണ്. അങ്ങനെയുള്ള ഒരുപാട്
അതിന്റെ ഫളീലത്തുകളും അതിന്റെ ശ്രേഷ്ഠതകളും ഗൗരവവും അറിയിക്കുന്നതായിട്ടുള്ള ഒരുപാട് ഹദീസുകളും ആയത്തുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമതായിട്ട് നമസ്കാരം 2 രൂപത്തിലുള്ള നമസ്കാരങ്ങളുണ്ട്. ഒന്ന് റുക്കൂഉം സുജൂദുമുള്ള നമസ്കാരമാണ്. മറ്റൊന്ന് റുക്കൂഉം സുജൂദും ഇല്ലാത്ത നമസ്കാരമാണ്. ഒന്ന് റുക്കൂഉം സുജൂദുമുള്ള നമസ്കാരം, മറ്റൊന്ന് റുക്കൂഉം സുജൂദും ഇല്ലാത്ത നമസ്കാരം. ഇനി നിങ്ങളോടായിട്ടാണ് ചോദ്യം, റുക്കൂഉം സുജൂദും ഇല്ലാത്ത നമസ്കാരം ഏതാണ് എന്ന് ആർക്കറിയാം? റുക്കൂഉം സുജൂദും ഇല്ലാത്ത ഒരു നമസ്കാരം. അത് ഇൻഷാ അല്ലാഹ് ആ ഒരു സമയം എത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ആർക്കെങ്കിലും ഓർമ്മ വരികയാണ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മെസ്സേജ് ആയിട്ട് അയച്ചാലും മതിയാവുന്നതാണ്. അത് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട് ക്ലാസിന്റെ അവസാനം പറയാം. എന്താണ് ഈ സ്വലാത്ത്? അറബിയിൽ നമസ്കാരത്തിന്റെ പദമാണ്, നമസ്കാരത്തെ പറയുന്ന പേരാണ് സ്വലാത്ത് എന്നുള്ളത്. സ്വലാത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ദുആ, പ്രാർത്ഥന എന്നാണ്. അതേപോലെ നമസ്കാരത്തിന്റെ ശർഈ ആയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് അഖ്വാലുൻ വ അഫ്ആലുൻ, ചില പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ചില വാക്കുകളുമാകുന്നു. അത് ആരംഭിക്കുന്നു തക്ബീറത്തുൽ ഇഹ്റാം കെട്ടൽ കൊണ്ട് ആരംഭിക്കുകയും സലാം വീട്ടൽ കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്ന ചില വാക്കുകളെയും പ്രവൃത്തികളെയും പറയുന്ന പേരാണ് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നമസ്കാരം റബ്ബുമായിട്ടുള്ള മുനാജാത്താണ്, അല്ലെ? റബ്ബിനോട് നമ്മളുടെ എല്ലാ ആവലാതികളും വേവലാതികളും തുറന്ന് പറയാനുള്ള, റബ്ബുമായിട്ട് അലിഞ്ഞു ചേരാനുള്ള, റബ്ബിനോട് സംസാരിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നമസ്കാരം എന്നുള്ളത്. സഹാബാക്കൾക്ക് നമസ്കാരം ഫർളാക്കപ്പെട്ടപ്പോൾ അവര് സന്തോഷത്താൽ ഒരുപാട് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുകയുണ്ടായി എന്നാണ് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ അള്ളാഹുവുമായിട്ട് നേരിട്ട് മുനാജാത്ത് നടത്താൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തി അള്ളാഹുവുമായിട്ട്, ഒരു മുസ്ലിം ദാസൻ അള്ളാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് അവൻ സുജൂദിലായിട്ട് കഴിയുന്ന സമയത്താണ്. സുജൂദിലാണ് അവൻ അള്ളാഹുവുമായിട്ട് അത്രയും അടുപ്പത്തിൽ നിൽക്കുന്നത്. ആ ഒരു അവസരമുള്ള, ആ ഒരു കാര്യമുള്ള ഇബാദത്താണ്, ഉത്തമമായിട്ടുള്ള ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരത്തെ കുറിച്ചാണ് നാളെ ആദ്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നത്. അവരുടെ നമസ്കാരം ശരിയായോ അവന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാവുന്നതാണ്, അവന്റെ ബാക്കി എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നതാണ്. ഇനി നമസ്കാരം ശരിയല്ല എങ്കിൽ അവരുടെ നമസ്കാരങ്ങളൊന്നും, ബാക്കിയുള്ള അമൽ ഇബാദത്തുകളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയം വരെ നമസ്കാരം അതിൻ്റെതായിട്ടുള്ള വക്തോടുകൂടെ ഇമാൻ ജമാഅത്തോടു കൂടെ തന്നെ നമസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നമസ്കാരം എന്നുള്ളത് ഒരു ഇബാദത്ത് എന്നതിന് അപ്പുറം അതൊരു തൗഫീഖാണ്. റബ്ബിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നൽകപ്പെടുന്ന തൗഫീഖാണ്. ആ റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകുക, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ള അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുക. ഹയ്യ അലസ്സലാ, ഹയ്യ അലസ്സലാ, നമസ്കാരത്തിലേക്ക് വരുവിൻ, നമസ്കാരത്തിലേക്ക് വരുവിൻ എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വിളിക്കപ്പെടുന്നത്, പള്ളിയിൽ നിന്ന്, അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന്. അപ്പൊ അതിന് ഉത്തരം നൽകാൻ ഭാഗ്യം കിട്ടുക എന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള തൗഫീഖാണ്. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റബ്ബ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു 2 തരത്തിലുള്ള നമസ്കാരം. ഒന്ന് റുക്കൂഉം സുജൂദുള്ള നമസ്കാരം, മറ്റൊന്ന് റുക്കൂഉം സുജൂദും ഇല്ലാത്ത നമസ്കാരം. അത് ഏതാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അതുവരെ. ഇനി റുക്കൂഉം സുജൂദുമുള്ള നമസ്കാരം 3 വിഭാഗമായിട്ട് തിരിക്കുന്നുണ്ട്. റുക്കൂഉം സുജൂദുമുള്ള നമസ്കാരം, അതിലൊന്ന് ഫർളാണ്, മറ്റൊന്ന് വാജിബാണ്, മറ്റൊന്ന് നഫിലാണ്. ഇനി ഫർള് എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 നേരത്തെ നമസ്കാരം, സുബ്ഹ്, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ എന്നുള്ള 5 നേരത്തെ നമസ്കാരമാണ് ഫർളായിട്ടുള്ള നമസ്കാരം. അതേപോലെ തന്നെ ജുമാ നമസ്കാരം. നാട്ടിൽ താമസിക്കുന്ന വ്യക്തിക്കാണെങ്കിൽ ജുമാ നമസ്കാരം ഫർളാണ്. എന്നാൽ യാത്രക്കാരനാണെങ്കിൽ ജുമാ നമസ്കാരം ഫർളില്ല. അവന് വേണമെങ്കിൽ ജുമാ നമസ്കരിക്കാം, അല്ലെങ്കിൽ ആ ജുമാക്ക് പകരം ളുഹർ നമസ്കരിച്ചാലും മതിയാവുന്നതാണ് മുസാഫിറിന്, യാത്രക്കാരൻ. 2 വാജിബായിട്ടുള്ള നമസ്കാരം. വാജിബായിട്ടുള്ള നമസ്കാരം നമുക്കറിയാം, ഇശാക്ക് ശേഷം നമസ്കരിക്കുന്ന വിത്ര നമസ്കാരം, അത് വാജിബാണ് ഹനഫി മദ്ഹബ് അനുസരിച്ച്. നമ്മൾ തുടക്കത്തിൽ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങൾ ഓർമ്മയുണ്ടാവും.
ആ സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ഫർളും വാജിബും തമ്മിലുള്ള വ്യത്യാസം. ഹനഫി മദ്ഹബിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ഷാഫി മദ്ഹബിൽ ഫർളിനെ തന്നെയാണ് വാജിബ് എന്ന് പറയുന്നത്, വാജിബിനെ തന്നെയാണ് ഫർള് എന്നും പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ ഹനഫി മദ്ഹബ് അനുസരിച്ച് വാജിബായിട്ടുള്ള നമസ്കാരം എന്ന് പറയുന്നത് ഒന്ന് വിത്ര നമസ്കാരമാണ്, മറ്റൊന്ന് അതേപോലെ പെരുന്നാൾ നമസ്കാരം. പെരുന്നാൾ നമസ്കാരം ഫർളല്ല, മറിച്ച് വാജിബാണ്, നിർബന്ധമാണ്. നിർബന്ധമാണ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. പക്ഷെ അറബിയിൽ പറയുമ്പോൾ രണ്ടും ഒന്ന് ഫർളും മറ്റൊന്ന് വാജിബും എന്നാണ് പറയുക. പിന്നെ അതേപോലെ തന്നെ ഒരു നമസ്കാരം, അത് സുന്നത്താവട്ടെ ഏത് നമസ്കാരമാവട്ടെ, ആ സുന്നത്തിനെ നമ്മൾ കൈകെട്ടി അതിൽ പ്രവേശിച്ചു, ആരംഭിച്ചു, സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം എന്തെങ്കിലും കാരണത്താൽ നമ്മൾ അതിനെ മുറിച്ചു കളഞ്ഞാൽ, ഉദാഹരണത്തിന് 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട്, സുന്നത്ത് നമസ്കാരമാണ്, ഇഷ്റാഖ് നമസ്കാരമോ ളുഹാ നമസ്കാരമോ ഏത് നമസ്കാരമോ ആയിക്കോട്ടെ, നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞു എന്നിട്ട് അതിനെ മുറിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരത്തെ മടക്കി നമസ്കരിക്കൽ എന്നുള്ളത് വാജിബാണ്. ഉദാഹരണത്തിന് 2 റക്അത്ത് നമസ്കാരം, ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞപ്പോൾ ആ റക്അത്തിനെ ആ ഒരു നമസ്കാരത്തെ അദ്ദേഹം അവസാനിപ്പിച്ചു, പൂർത്തിയാക്കിയില്ല എങ്കിൽ ഈ 2 റക്അത്ത് പിന്നീട് മടക്കി ഖളാ ആയിട്ട് നമസ്കരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ മേൽ വാജിബാണ്. അതേപോലെ ഹാജിമാർക്ക്, അതേപോലെ ഉംറ ചെയ്യുന്നവർക്ക് തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നമസ്കാരം അതും വാജിബിൽപ്പെട്ടത് തന്നെയാണ്. മറ്റൊന്നാണ് നഫില നമസ്കാരം. നഫില എന്നുള്ളത് ഒരു വിശാലമായിട്ടുള്ള അർത്ഥമുള്ള നമസ്കാരമാണ്. അതിൽ സുന്നത്തുകളുണ്ട്, സുന്നത്ത് മുഅക്കദകളുണ്ട്, ഗൗരവമേറിയ സുന്നത്തുകളുണ്ട്. അതേപോലെ തന്നെ സുന്നത്തുൽ ഗൈറു മുഅക്കദയുണ്ട്, അത്ര ശക്തിമത്തല്ലാത്ത രൂപത്തിലുള്ള സുന്നത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയത്തും നമസ്കരിച്ചിരുന്നതല്ലാത്ത അങ്ങനെയുള്ള നമസ്കാരങ്ങളും സുന്നത്തുകളും അതേപോലെ തന്നെ മുസ്തഹബായിട്ടുള്ള നമസ്കാരങ്ങളെല്ലാം ഈ നഫിലിന്റെ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ 3 രൂപത്തിലുള്ള നമസ്കാരങ്ങളാണ് ഉള്ളത്. ഒന്ന് ഫർള്, മറ്റൊന്ന് വാജിബ്, മറ്റൊന്ന് നഫില്. ഇനി നമസ്കാരം ആർക്കൊക്കെയാണ് നിർബന്ധമാവുക? അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആർക്കൊക്കെയാണ് നമസ്കാരം നിർബന്ധമാവുക? ഒന്ന്, അതിന്റെ ഒന്നാമത്തെ നിബന്ധന മുസ്ലിം ആയിരിക്കണം. കാഫിറിന് നമസ്കാരം നിർബന്ധമില്ല. അപ്പൊ കാഫിറ് നമസ്കരിക്കാത്തതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ ശിക്ഷയില്ലേ? ശിക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ അവനോട് ആദ്യം കൽപ്പിക്കപ്പെടുന്നത് അവൻ മുഅ്മിനാവുക, മുസ്ലിം ആവുക എന്നുള്ളതാണ്. കലിമ ചൊല്ലുക, ഈമാനാണ് അവനോട് ആദ്യം കൽപ്പിക്കുന്നത്. ഈമാൻ ഇല്ലാത്തതിന്റെ പേരിലുള്ള ഒരു ശിക്ഷയാണ് ഉണ്ടാവുക. ഈമാൻ ഇല്ലാത്തതിന്റെ പേരിലുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ കാലാകാലത്തേക്കുള്ള ശിക്ഷയാണ്. അതേപോലെ രണ്ടാമത്തെ കാര്യം പ്രായപൂർത്തിയാവുക, ബാലിഗാവുക. അറബിയിൽ ബാലിഗാവുക, പ്രായപൂർത്തി എത്തുക എന്നുള്ളതാണ്. അങ്ങനെ പ്രായപൂർത്തി എത്തിയവർക്ക് മാത്രമാണ് നമസ്കാരം ഫർളായിട്ടുള്ളത്. അതേപോലെ തന്നെ കുട്ടികളെ 7 വയസ്സാവുന്ന സമയത്ത് തന്നെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കാനും അവരെ കൂടെ നമസ്കരിപ്പിക്കാനും പള്ളിയിലേക്ക് കൊണ്ടുപോകാനും ആ നമസ്കാരം പതിവാക്കാനും വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ 10 വയസ്സായിട്ടും അവർ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അവരോട് ഒരുപാട് ഉപദേശം കേൾക്കുന്നില്ല എങ്കിൽ നമുക്ക് അവരെ നല്ല രൂപത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നല്ലൊരു നിയത്തിലായിട്ട് ചെറിയ രൂപത്തിൽ അടിയോ അല്ലെങ്കിൽ വഴക്കോ എന്തെങ്കിലുമൊക്കെ പറയാവുന്നതാണ്. അതേപോലെ തന്നെ സ്വയം ബോധം ഉണ്ടായിരിക്കണം. ബോധമില്ലാത്ത വ്യക്തി, ലഹരി ബാധിച്ച വ്യക്തി അല്ലെങ്കിൽ ഭ്രാന്തൻ, ലഹരി ബാധിച്ച വ്യക്തിക്ക് നമസ്കാരം നിർബന്ധമാണ്. അതേപോലെ തന്നെ ഭ്രാന്തന്റെ മേൽ നമസ്കാരം നിർബന്ധമില്ല. ഈ 3 നിബന്ധനകൾ, ഒന്ന് മുസ്ലിം ആയിരിക്കാം, മറ്റൊന്ന് സ്വയം ബോധമുണ്ടായിരിക്കാം, മറ്റൊന്ന് പ്രായപൂർത്തി എത്തുക. ഈ 3 കാര്യങ്ങളുള്ളവർക്ക് മാത്രമാണ് നമസ്കാരം നിർബന്ധമാവുന്നത്. ഇനി നമസ്കാരത്തിന്റെ സമയങ്ങൾ ബാക്കിയുള്ള അമലുകളെ നിന്ന് വ്യത്യസ്തമായിട്ട് നമസ്കാരത്തിന് കൃത്യമായിട്ടുള്ള എല്ലാ ദിവസവും നമസ്കരിക്കാനുള്ള, എല്ലാ ദിവസവും നിർവഹിക്കാനുള്ള ഒരു ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരത്തിനും അള്ളാഹു താല ഓരോ നിശ്ചിത സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഖുർആനിൽ അള്ളാഹു താല പറയുന്നുണ്ട് നമസ്കാരത്തെ കുറിച്ച്, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമ്മൾ പല പള്ളികളിൽ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടാവും, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. എന്താണ് അതിന്റെ അർത്ഥം? ഇന്ന സ്വലാത്ത, തീർച്ചയായും നമസ്കാരം എന്നുള്ള ഇബാദത്ത്, കാനത്ത് അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്കായിരുന്നു, കിതാബൻ മൗഖൂത, സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയായിരിക്കുന്നു. വെറുതെ നിർബന്ധ ബാധ്യതയില്ല, മറിച്ച് സമയബന്ധിതമായ ഒരു കൃത്യമായ സമയമുണ്ട്. ആ സമയത്ത് തന്നെ നമസ്കരിക്കണം. അതല്ലാതെ തോന്നുന്ന നമസ്കാരത്തെ സമയത്ത് ഒരാള് ജോലി ചെയ്യാണ്, അപ്പൊ എല്ലാ സമയത്തേക്കുള്ള നമസ്കാരം അവസാനം രാത്രി വന്ന് നമസ്കരിക്കുക, ഇത് പറ്റില്ല. ഇത് ഖളാ ആയിട്ട് നമസ്കരിക്കലാണ്. ഒരു കാരണവും ഇല്ലാതെ, നമ്മൾ ഉണ്ടാക്കുന്ന കാരണങ്ങളല്ല,
ഇസ്ലാമിൽ അനുവദിക്കുന്ന ശരീഅത്ത് അനുവദിക്കുന്നതായിട്ടുള്ള കാരണങ്ങളൊന്നും കൂടാതെ നമസ്കാരം ഖളാ വലിയ തെറ്റാണ്, വലിയ ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഓരോ നമസ്കാരത്തിന്റെ സമയം, നിശ്ചയിക്കപ്പെട്ട സമയം ഏതൊക്കെയാണെന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ആദ്യമായിട്ടുള്ളത് സുബഹി നമസ്കാരമാണ്. 2 റക്അത്ത്. അത് ഫജ്റു സ്വാദിഖ്. ഫജ്റിന്റെ വിഷയത്തിൽ തന്നെ 2 രൂപത്തിലുള്ള ഫജ്ർ ഉണ്ട്. ഒന്ന് ഫജ്റെ കാദിബ്, മറ്റൊന്ന് ഫജ്റെ സ്വാദിഖ്. ഫജ്റെ കാദിബ് ഒരിക്കലും നമസ്കാരത്തിന്റെ സമയമായിട്ട് പരിഗണിക്കുന്നില്ല. ഈ ഫജ്റു സ്വാദിഖ് എന്ന് വെച്ചാൽ ഉണ്മ പ്രഭാതം എന്നാണ് മലയാളത്തിൽ പറയുക. ആ ഒരു സൂര്യൻ ഉദിക്കുന്നതിന്റെ ആയിട്ടുള്ള മുന്നോടി ആയിട്ടുള്ള ഒരു പ്രകാശം വരുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയാ, ഈ ഒരു പ്രത്യേക രൂപത്തിലുള്ള പ്രകാശത്തിനെയാണ് ഫജ്റു സ്വാദിഖ് എന്ന് പറയുന്നത്. അത് വെളിവാവുന്നത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്താണ് ഈ സുബഹിന്റെ സമയം എന്ന് പറയുന്നത്. ആ സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള സമയം ഖളാ ആയിട്ടാണ് പിന്നീട് നിർവഹിക്കപ്പെടുക. അതിൻ്റെതായിട്ടുള്ള സമയത്ത് ഓരോ നമസ്കാരങ്ങളും അതിൻ്റെതായിട്ടുള്ള സമയത്ത് നിർവഹിക്കുന്നതിനെ അദാ എന്നും അതിന്റെ സമയം കഴിഞ്ഞ് നിർവഹിക്കുന്നതിനെ ഖളാ എന്നും പറയുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ സമയം ഏതായിരുന്നു? ഉന്മപ്രഭാതം, അതായത് ഫജ്റു സ്വാദിഖ് മുതൽ ഈ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം വരെ. സാധാരണ സുബഹ് ബാങ്ക് കൊടുക്കുന്നത് ആ ഒരു സമയത്താണ്. അപ്പോ ഈ ഒരു സമയം വരെ മാത്രമാണ്, പിന്നെ നോമ്പിന്റെ വിഷയത്തിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് ചർച്ച ചെയ്യും. ആ ഒരു സമയം വരെ മാത്രമാണ് നോമ്പിന്റെ ഭക്ഷണം, നോമ്പുകാരന് ഭക്ഷണം കഴിക്കാനുള്ള സമയം ഉള്ളൂ. അതിനു മുമ്പായിട്ട് തന്നെ നടത്തണം എന്നാണ് ശരീഅത്ത് കൽപ്പിക്കുന്നത്. 2, ളുഹ്ർ നമസ്കാരം. ളുഹ്ർ നമസ്കാരം നമുക്കറിയാം 4 റക്അത്താണ്. അതേപോലെ ളുഹ്ർ നമസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത് സൂര്യൻ കറക്റ്റ് നട്ടുച്ച സമയത്ത് കറക്റ്റ് മധ്യത്തിലേക്ക് വരും. സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ചത് മുതൽ നടുവിലേക്ക് വരികയും ആ നടുക്ക് നിന്ന് നീങ്ങാൻ തുടങ്ങിയത് മുതൽ, നടുക്ക് എത്തുന്നത് മുതലല്ല, മറിച്ച് നടുക്ക് നിന്നും ഇങ്ങോട്ടേക്ക് ചായാൻ തുടങ്ങിയത് മുതൽ ഓരോ വസ്തുവിന്റെയും നിഴൽ, ഹനഫി മദ്ഹബ് അനുസരിച്ച് ഓരോ വസ്തുവിന്റെയും നിഴൽ അതിന്റെ 2 ഇരട്ടി ആവുന്നത് വരെ ഉള്ള ഒരു സമയമാണ് ളുഹ്റിന്റെ സമയം എന്ന് പറയുന്നത്. അതായത് അസർ ബാങ്ക് കൊടുക്കുന്നത് വരെ, ഹനഫി അസർ ബാങ്ക് കൊടുക്കുന്നത് വരെ ളുഹ്ർ നമസ്കാരത്തിന്റെ സമയമുണ്ട്. എങ്കിലും ഇത്രയും ദീർഘമായിട്ടുള്ള സമയമുണ്ട് എങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള എത്രയും പെട്ടെന്ന് ആ ഒരു നമസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് നമസ്കരിക്കുക എന്നുള്ളതാണ് ആ നമസ്കാരത്തിന്റെ ബാധ്യത. നമസ്കാരത്തിനോട് നമ്മൾ ചെയ്യുന്ന കടമ എന്ന് പറയുന്നത് അതാണ്. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ഒരു കോല് നാട്ടി വെച്ച് കഴിഞ്ഞാൽ ആ കോലിന്റെ അളവിനേക്കാളും അതിന്റെ നീളത്തെക്കാളും 2 ഇരട്ടി നിഴല് വരുന്നത് വരെയാണ്, അതായത് ഇന്നത്തെ അസർ ബാങ്ക് കൊടുക്കുന്നത് വരെയാണ് ളുഹ്റിന്റെ സമയം എന്ന് പറയുന്നത്. ഇനി അസറിന്റെ സമയം എന്ന് പറയുന്നത് ഈ ഒരു ളുഹ്റിന്റെ സമയം അവസാനിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ. സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ. അപ്പൊ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി അസറിന്റെ സമയം അവസാനിക്കുന്നതാണ്. പിന്നെ മഗ്‌രിബ് എന്നുള്ളത് 3 റക്അത്താണ്. അപ്പോ മഗ്‌രിബിന്റെ സമയം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മുതൽക്ക് ഏതുവരെ? ചെമ്മാനം മായുന്നത് വരെയാണ്. ചെമ്മാനം എന്ന് വെച്ചാൽ ഒരു ചുവന്ന നിറത്തിലുള്ള ആ ഒരു ആകാശം അത് മായുന്നത് വരെയാണ് ഈ മഗ്‌രിബിന്റെ സമയം എന്ന് പറയുന്നത്. അതായത് ഇശാ ബാങ്ക് കൊടുക്കുന്നത് വരെ ഓരോ മഗ്‌രിബ് നമസ്കാരത്തിന്റെയും സമയമുണ്ടെങ്കിൽ പോലും മഗ്‌രിബ് എത്രയും പെട്ടെന്ന് വേഗത്തിൽ തന്നെ നമസ്കരിക്കുക എന്നുള്ളതാണ് വളരെ ശക്തിമത്തായിട്ട് ശരീഅത്ത് കൽപ്പിക്കുന്നുണ്ട്. പിന്നൊന്ന് ഇശാ നമസ്കാരമാണ്. ഇശാ നമസ്കാരം 4 റക്അത്താണ്. ഈ ചെമ്മാനം മാഞ്ഞത് മുതൽ, അതായത് മഗ്‌രിബിന്റെ സമയം അവസാനിച്ചത് മുതൽ പിന്നീട് പ്രഭാതം വരെ, അതായത് ഫജ്ർ സ്വാദിഖിന്റെ സമയം വരെ ഇശാ നമസ്കാരത്തിന്റെ സമയം ദീർഘമായിട്ടുണ്ട്. അപ്പോ അതായത് ഫജ്റിന് ബാങ്ക് കൊടുക്കുന്നത് വരെ ഏത് സമയത്തും ഇശാ നമസ്കരിക്കാം. ഇനി ഒരു കാരണവും കൂടാതെ ഇശാ നമസ്കാരത്തെ ഈ മിഡ്നൈറ്റിന് ശേഷം, അതായത് നട്ടപ്പാതിരയ്ക്ക് ശേഷം ബന്ധിപ്പിക്കുക എന്നുള്ളത്, ഒരു കാരണവും കൂടാതെ ബന്ധിപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്, കറാഹത്താണ്. പിന്നൊന്ന് വിത്റാണ്. വിത്ര നമസ്കാരം വാജിബാണ്. വിത്റിന്റെ സമയം എപ്പോഴാണ്? ഇശാ നമസ്കാരം കഴിഞ്ഞത് മുതൽ. ഇശാന്റെ അതേ സമയമാണ്, പക്ഷെ ഒരു വ്യത്യാസമുള്ളത്
ഇശാ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം മാത്രമേ വിത്ര നമസ്കരിക്കാൻ പറ്റുള്ളൂ. ഒരാൾ ഇശാ ബാങ്ക് കൊടുത്തു, ഇശാന്റെ സമയമായി, ഇശാ നമസ്കരിക്കുന്നതിന് മുമ്പ് വിത്ര നമസ്കരിച്ചാൽ ആ വിത്ര നമസ്കാരം ശരിയാവൂല. പിന്നീട് ഇശാ നമസ്കരിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ വിത്ര നമസ്കരിക്കേണ്ടി വരും. അപ്പൊ വിത്തറിന്റെ സമയം ഇഷാന്റെ അതേ സമയമാണ്. അതായത് ഇഷാ നമസ്കാരത്തിന്റെ സമയം മുതൽ ഇഷാ നമസ്കരിച്ചത് മുതൽ ഈ ഉണ്മപ്രഭാതം വരെയാണ് വിത്തറിന്റെ സമയം എന്നുള്ളത്. അപ്പോ ഒരാൾക്ക് തഹജ്ജുദിന് എണീക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ട് എങ്കിൽ തഹജ്ജുദ് നമസ്കാരത്തിനൊക്കെ ശേഷം ഒരാളുടെ നമസ്കാരത്തിന്റെ ഏറ്റവും അവസാനമായിട്ട് നമസ്കരിക്കേണ്ട നമസ്കാരമാണ് വിത്ര നമസ്കാരം എന്നുള്ളത്. Okay. പിന്നെ അതേപോലെ തന്നെ ചില ഈ സമയവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഈ ചൂട് കൂടുന്ന സമയത്താണെങ്കിൽ ദുഹറിനെ പിന്തിപ്പിക്കലാണ്. ഇനി തണുപ്പുള്ള സമയത്താണ് എങ്കിൽ, കാരണം ആ ചൂടൊന്ന് ചെറിയൊരു ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ജമാഅത്ത് നമസ്കാരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. വേനൽക്കാലത്താവുമ്പോൾ ദുഹറിന്റെ സമയം ഒരല്പം ഇങ്ങോട്ടായി വരുന്നത് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, ഈ ശൈത്യകാലത്ത് തണുപ്പ് കാലത്താണ് എങ്കിൽ ദുഹറ് വേഗത്തിലാക്കലാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇശാ നമസ്കാരം അത് ഒരു രാത്രിയുടെ 1/3 രാത്രിയെ 3 ഭാഗങ്ങളാക്കി തിരിച്ചു കഴിഞ്ഞാൽ അതിലെ ആദ്യത്തെ ഭാഗത്തില് നമസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമായത്. എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 9-10 മണി ആ ഒരു സമയത്താണ് നമസ്കരിക്കൽ ഏറ്റവും നല്ലത്. എങ്കിലും നേരത്തെ നമസ്കരിക്കാനുള്ള കാരണം എല്ലാവരും ഉറക്കത്തിനും മറ്റുമായിട്ട് ഇശാ നമസ്കാരം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് 8:30ക്കും അതേപോലെ തന്നെ 8 മണിക്കൊക്കെ ഇശാ നമസ്കരിക്കുന്നത്. പിന്നെ അതേപോലെ പലർക്കുള്ള ഒരു സംശയമാണ് ഹനഫി മതം അനുസരിച്ച് ജംഅ ഉണ്ടോ എന്നുള്ളത്. 2 കാര്യങ്ങളുണ്ട്. ഖസർ എന്ന് പറഞ്ഞാൽ 4 റക്അത്തിന് 2 റക്അത്തായിട്ട് നമസ്കരിക്കാം. അത് 4 റക്അത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ. 2 റക്അത്തുള്ള നമസ്കാരത്തെ 1 റക്അത്തായിട്ടോ 3 റക്അത്തുള്ളതിനെ 1 റക്അത്തായിട്ടോ നമസ്കരിക്കാൻ പറ്റില്ല. മറിച്ച് 4 റക്അത്തുള്ള നമസ്കാരത്തെ 2ആയിട്ട് നമസ്കരിക്കാൻ പറ്റും. ഇതിനെയാണ് ഖസ്ർ എന്ന് പറയുന്നത്. അത് നാട്ടിൽ താമസിക്കുന്ന വ്യക്തിക്ക് പറ്റില്ല. മറിച്ച് ഒരു യാത്രയുടെ പരിധി ഒരു ദൂരം നിശ്ചയിക്കേണ്ട, ഇൻഷാ അല്ലാഹ് അതിന്റെ ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമാണ് ഖസ്ർ അനുവദിക്കപ്പെടുകയുള്ളൂ. എന്നാൽ ഹനഫി മതം അനുസരിച്ച് ജംഅ 2 നമസ്കാരങ്ങൾ, 2 ഫർള് നമസ്കാരങ്ങളെ ചേർത്ത് ഒരു സമയത്ത് നിർവഹിക്കുക. ളുഹറിനെയും അസറിനെയും ചേർത്ത് ളുഹറിന്റെ അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളൊരു കാര്യം ഇല്ല, ഹജ്ജിന്റെ സമയത്തൊഴികെ. ഹജ്ജിന്റെ സമയത്താണ് എങ്കിൽ അസറും ചേർന്ന് അവൻ നമസ്കരിക്കേണ്ടത് അറഫയിലാണ്. ളുഹറും അസറും ചേർന്ന് ളുഹറിന്റെ സമയത്ത്, ളുഹർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് രണ്ടും കൂടെ ജമാഅക്കിയിട്ട് അറഫയിൽ വെച്ച് നമസ്കരിക്കണം. പിന്നെ അവിടുന്ന് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോയതിനു ശേഷം മഗ്രിബും ഇഷാവും ഇഷാന്റെ സമയത്ത് ജംഅ ചെയ്ത് ഒരുമിച്ച് കൂട്ടി, ജംഅ എന്ന് പറഞ്ഞാൽ രണ്ടിനെയും ഒരുമിച്ച് കൂട്ടി നമസ്കരിക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ് ജംഅന്റെ അർത്ഥം. അപ്പോ ഈ മഗ്രിബിനെയും ഇഷാന്റെ സമയത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു നമസ്കാരത്തിനും ജംഅ ഹനഫി മതം അനുസരിച്ച് ഇല്ല എന്നുള്ളതാണ്. ഇനി പറയാനുള്ളത് നമസ്കാരം അനുവദിക്കപ്പെടാത്ത സമയങ്ങൾ, നമസ്കാരം അനുവദീയനമല്ലാത്ത സമയങ്ങൾ. 3 സമയങ്ങളാണ് പറയപ്പെടുന്നത്. അതിലൊന്ന് സൂര്യൻ ഉദിക്കുന്ന സമയം. സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സമയം, അത് വളരെ കുറച്ച് സമയങ്ങളെ ഉണ്ടാവുള്ളൂ. ഒരു 5-10 മിനിറ്റ്, ഏറി വന്നാൽ ഒരു 10 മിനിറ്റ്, ആ ഒരു സമയം നമസ്കരിക്കുക എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ സൂര്യൻ ഉദിച്ചതിന് ശേഷം നട്ടുച്ചയ്ക്ക് മധ്യത്തിലെത്തുന്ന സമയത്ത്, ആ ഒരു മധ്യത്തിലെത്തുന്ന സമയത്ത് ഒരല്പനേരം, ഒരു 5-10 മിനിറ്റ് ആ ഒരു സമയത്ത് നമസ്കരിക്കലും കറാഹത്താണ്. പിന്നെ അതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു 5-10 മിനിറ്റ് ആ ഒരു സമയത്ത് നമസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ്, ഹറാമിനോടടുത്ത കറാഹത്താണ്. അത് ഏത് രൂപത്തിലുള്ള നമസ്കാരവുമാവട്ടെ, അത് ഫർളായിട്ടുള്ള നമസ്കാരമാവട്ടെ, അതേപോലെ ഖളാ ആക്കപ്പെട്ട നമസ്കാരമാവട്ടെ, അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങളാവട്ടെ, തിലാവത്തിന്റെ സുജൂദാവട്ടെ, ജനാസ നമസ്കാരമാണ് എങ്കിൽ പോലും ആ ഒരു സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് ഹറാമിനോടടുത്ത കറാഹത്താണ്. എന്നാൽ അസ്ർ നമസ്കാരമാണ് എങ്കിൽ, അതായത് ഇന്നത്തെ അസ്ർ നമസ്കാരം, ഇന്നലത്തെ അല്ല, ഇന്നലത്തെ നമസ്കാരമാണെങ്കിൽ അത് ഖളായി. ഇന്നത്തെ അസ്ർ നമസ്കാരമാണ്, നമ്മൾ നമസ്കരിച്ചില്ല, വൈകിപ്പോയി, ജോലി തിരക്കുകളൊക്കെ കാരണം. അങ്ങനെ അവസാനം സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോവാണ്, ഒരു 6:30 സമയത്തൊക്കെ ആവുകയാണ് എങ്കിലും അസ്ര അദ്ദേഹത്തിന് നമസ്കരിക്കാനുള്ള അനുവാദമുണ്ട്. അന്നത്തെ നമസ്കാരം അതായിട്ട് നമസ്കരിക്കാനുള്ള നമസ്കാരം.
ബാക്കി ഓരോ നമസ്കാരത്തിനും ഈ പറയപ്പെട്ട 3 സമയങ്ങളിൽ നമസ്കരിക്കാനുള്ള അനുവാദം ഇല്ല. ആ ഒരു സമയത്തൊക്കെ നിർവഹിക്കുക എന്നുള്ളത് ഹറാമിനോടടുത്ത കറാഹത്ത്. പിന്നെ ചർച്ച ചെയ്യാനുള്ളത് നഫില നമസ്കാരങ്ങൾ കറാഹത്തായിട്ടുള്ള സമയങ്ങളാണ്. നഫില നമസ്കാരങ്ങൾ ബാക്കിയുള്ള ഫർള് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നഫില നമസ്കാരങ്ങൾ നമസ്കരിക്കാൻ പാടില്ലാത്ത കുറച്ച് സ്ഥലങ്ങൾ, സമയങ്ങളാണ് ഇനി പറയാനുള്ളത്. ഓരോന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഒന്ന്, അത് 13 ഉണ്ട്. 13 സമയങ്ങളിൽ നഫില നമസ്കാരം എന്നുള്ളത് കറാഹത്താണ്. ഹറാമിനോട് അടുത്തല്ല, മറിച്ച് ഗൗരവം കുറഞ്ഞ കറാഹത്താണ്. ഒന്ന്, പ്രഭാതത്തിന് ശേഷം, അതായത് ഫജ്റിന്റെ ബാങ്ക് കൊടുത്തതിന് ശേഷം ഫജ്ർ നമസ്കാരം വരെ എന്ത് ചെയ്യാൻ പാടില്ല? ആകെ ഉള്ളത് 2 റക്അത്ത് നമസ്കാരമാണ്. ഫജ്റിന്റെ സുന്നത്ത്, സുബഹിന്റെ സുന്നത്ത് മാത്രമാണ് ആ ഒരു സമയത്തുള്ളത്. അതല്ലാത്ത മറ്റൊരു സുന്നത്തും ഇല്ല. അത് ഏത് സുന്നത്താവട്ടെ, തഹിയ്യത്തുൽ മസ്ജിദ് ആവട്ടെ, തഹിയ്യത്തുൽ വുളു ആവട്ടെ, ഏത് നമസ്കാരമാണെങ്കിലും ഈ സുബഹിയുടെ 2 സുന്നത്ത് നമസ്കാരങ്ങൾ, 2 റക്അത്ത് സുന്നത്ത് മാത്രമേ ഉള്ളൂ. അതല്ലാത്ത ഒരു നമസ്കാരങ്ങളും നഫില് നമസ്കാരങ്ങൾ നമസ്കരിക്കൽ കറാഹത്താണ്. മറ്റൊന്ന്, സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അളവ് ആവുന്നത് വരെ. സൂര്യൻ ഉദിച്ചത് കൊണ്ട് മാത്രം പറ്റുകയില്ല, മറിച്ച് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അളവ് എന്ന് വെച്ചാൽ ഒരു സാണിന്റെ അളവ് എന്നാണ് പറയുക. അതായത് സൂര്യൻ ഉദിച്ചതിന് ശേഷം പല പള്ളികളിലും ഉണ്ടാവും ഉദയം, സൂര്യൻ ഉദിക്കാൻ തുടങ്ങുന്ന സമയം, സ്റ്റാർട്ടിങ് സമയം. അതേപോലെ എന്താ പറയാ, ഇഷറാഖ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും, പലരുടെയും കൊടുത്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഈ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ്, ഏകദേശം അതാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ ഏത് നമസ്കാരങ്ങളും നമസ്കരിക്കാൻ പറ്റുകയുള്ളൂ. സുബഹി നമസ്കാരം കഴിഞ്ഞത് മുതൽ ഈ സൂര്യൻ ഉദിക്കുകയും ഒരു കുന്തത്തിന്റെ അളവ് 20 മിനിറ്റ് കഴിയുകയും ചെയ്യുന്നത് വരെ ബാക്കിയുള്ള നമസ്കാരങ്ങളൊന്നും നമസ്കരിക്കാൻ പാടില്ല. പിന്നെ ഒന്ന്, അസ്ര നമസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അസ്ര നമസ്കാരം കഴിഞ്ഞു, ഇത് ഒരു നമ്മുടെ ഇന്നത്തെ സമയത്ത് 5 മണിക്കാണ് അസ്ര നമസ്കാരം. ഒരു 5:10, 5:15 ആകുമ്പോൾ അസ്ര നമസ്കാരം കഴിഞ്ഞു. ആ സമയം മുതൽ പിന്നെ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ ഒരു നമസ്കാരങ്ങളും നമസ്കരിക്കാൻ പാടില്ല. അതൊക്കെ കറാഹത്താണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ആ ഒരു സമയത്ത് ബാക്കി ഖളാ ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പൊ ജനാസ നമസ്കാരമൊക്കെ ആണെങ്കിൽ നമസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഏത് സമയത്ത്? ഈ പറയപ്പെട്ട അസ്ര നമസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്ന സമയത്ത്, അസ്തമിക്കാൻ തുടങ്ങിയത് മുതൽ ആ അസ്തമയം തീരുന്നത് വരെ ആ ഒരു 5-10 മിനിറ്റ്, ആ ഒരു സമയത്ത് ഏത് നമസ്കാരമാണെങ്കിലും അത് ഹറാമിനോടടുത്ത കറാഹത്താണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഒന്ന്, സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം, മറ്റൊന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയം, പിന്നെ ആ സൂര്യൻ മധ്യത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു സമയം. അതൊരു 5-10 മിനിറ്റ് മാത്രമാണ് വരിക. ആ ഒരു സമയം ഏത് നമസ്കാരമാണെങ്കിലും കറാഹത്താണ്. എന്നാൽ ഇവിടെ പറയുന്നത് നഫില നമസ്കാരം മാത്രം കറാഹത്താക്കപ്പെടുന്ന സമയമാണ്. 3 കഴിഞ്ഞു. ഇനി 4-മത്തേത്, ജുമാ നമസ്കാരത്തിലെ ഖുത്ബയ്ക്ക് വേണ്ടി. ജുമാ ദിവസമാണ്. ജുമാ ദിവസത്തിന് ഖത്തീബ് അവിടെ ഖുത്ബയ്ക്ക് വേണ്ടിയിട്ട് അവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം മുതൽ, അതായത് അറബി ഖുത്ബയാണ് ഉദ്ദേശിക്കുന്നത്. അറബി ഖുത്ബ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ജുമാ നമസ്കാരം കഴിയുന്നത് വരെ പിന്നെ വേറെ ഏത് സുന്നത്ത് നമസ്കാരം പാടില്ല. ഒരാള് സാധാരണ ഉണ്ടാകുന്ന സംശയമാണ്, ഇപ്പോ ഖത്തീബ് മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മലയാളം പ്രസംഗം സംസാരിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ പള്ളികളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഒരാൾക്ക് വന്നു തഹിയ്യത്തുൽ മസ്ജിദ് നമസ്കരിക്കണം എന്ന് നിയ്യത്തുണ്ട് എങ്കിൽ നമസ്കരിക്കാം, അത് കുഴപ്പമില്ല. എന്നാൽ ഇവിടെ പറയുന്ന ഖുതുബ എന്ന് പറയുന്നത് അറബി ഖുതുബയാണ്. അറബി ഖുതുബ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മുതൽക്ക്, ഇമാം മിമ്പറിൽ കയറിയതിനു ശേഷം മുതൽക്ക് പിന്നെ മറ്റേ ജുമാ നമസ്കാരം കഴിയുന്നത് വരെ ഒരു സുന്നത്ത് നമസ്കാരങ്ങളും ഇല്ല. 5, ഇഖാമത്തിന്റെ സമയത്ത് ഏത് നമസ്കാരമാവട്ടെ അതിനുവേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു നമസ്കാരം നമസ്കരിക്കാൻ പറ്റില്ല. കാരണം ഇഖാമത്ത് കൊടുക്കപ്പെടുന്നത് ഖദ് ഖാമത്തിസ് സ്വല, നമസ്കാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമസ്കാരത്തിനാണ്, ആ ഒരു ജമാഅത്ത് നമസ്കാരത്തിനാണ് മുൻഗണന നൽകേണ്ടത്. ആ ഒരു സമയത്ത് ഒരു സുന്നത്തും പാടില്ല. പക്ഷെ ഇതിൽ നിന്നും ഒരു കാര്യം മാത്രം ഒഴിവാണ്, സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം. ആ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ഇഖാമത്ത് കൊടുക്കപ്പെട്ടാലും നമസ്കാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും, നമസ്കാരത്തിന്റെ 2-മത്തെ റക്അത്തിലേക്കെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന് ഉറപ്പുണ്ട് എങ്കിൽ നമ്മൾ സുന്നത്ത് നമസ്കാരം സ്റ്റാർട്ട് ചെയ്യണം. ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മൾ വരുന്ന സമയത്ത്, വീട്ടിൽ നിന്നും പള്ളിയിൽ എത്തുന്ന സമയത്ത് നമസ്കാരത്തിന് വേണ്ടി കൈ കെട്ടിയിട്ടുണ്ട് എങ്കിലും നമ്മൾ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം നമസ്കരിക്കണം.
ഇമാം സുബഹിയുടെ 2 റക്അത്ത് ആണെങ്കിൽ പോലും ഓരോ റക്അത്തും ദീർഘമായിട്ടുള്ള റക്അത്തുകളായിരിക്കും. അപ്പോൾ ഒരു റക്അത്തിന്റെ സമയത്തും കൊണ്ട് നമുക്ക് 2 റക്അത്ത് നമസ്കരിക്കാൻ സാധിക്കും. അങ്ങനെ 2 റക്അത്ത് നമസ്കരിക്കുകയും പിന്നീട് ഇമാമിന്റെ കൂടെ ജോയിൻ ചെയ്യുകയുമാണ് വേണ്ടത്. ആറാമത്തേത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ്, അതായത് സൂര്യൻ പെരുന്നാൾ ദിവസമാണ് എങ്കിൽ സൂര്യൻ ഉദിച്ചത് മുതൽ പെരുന്നാൾ നമസ്കാരത്തിന്റെ ഇടയ്ക്ക് പിന്നെ ഏത് നമസ്കാരവും ഇല്ല. അത് പള്ളിയിലാവട്ടെ, വീട്ടിലാവട്ടെ, ഇശ്റാഖ് നമസ്കാരമാവട്ടെ, ളുഹാ നമസ്കാരമാവട്ടെ, ഒരു നമസ്കാരവും ഇല്ല. തഹിയ്യത്തുൽ മസ്ജിദ്, തഹിയ്യത്തുൽ വുളു, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമസ്കാരവും ഇല്ല. സാധാരണ പലരും ചെയ്യാറുണ്ട്. പള്ളിയിലേക്ക് വരുന്ന സമയത്ത് പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് വരും, 2 റക്അത്ത് നമസ്കരിക്കും. ഇല്ല, പാടില്ല. അപ്പൊ പെരുന്നാൾ ദിവസം മാത്രം സൂര്യൻ ഉദിച്ചത് മുതൽ പെരുന്നാൾ നമസ്കാരം വരെ മറ്റൊരു നമസ്കാരവും ഇല്ല. പിന്നെ അതേപോലെ 7 പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ആ നമസ്കരിച്ച അതേ സ്ഥലത്ത് വെച്ച് സുന്നത്ത് നമസ്കരിക്കുക. അത് പാടില്ല. മറിച്ച് ഇനിയിപ്പോ ഒരാള് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു വീട്ടിലേക്ക് വന്നു, ഇനി വീട്ടിലേക്ക് വന്നതിന് ശേഷമാണെങ്കിൽ അദ്ദേഹത്തിന് നഫിൽ നമസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, സുന്നത്ത് നമസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ളുഹാ നമസ്കാരം പള്ളിയിൽ നിന്ന് നമസ്കരിക്കാൻ പറ്റില്ല. പള്ളിയിൽ നിന്ന് പുറത്ത് വന്ന് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് നമസ്കരിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ ആ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോ മുസല്ല എന്നുള്ളൊരു വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുസല്ല എന്ന് വെച്ചാൽ സ്വലാത്ത് നിർവഹിക്കപ്പെടുന്നതായിട്ടുള്ള സ്ഥലം. അത് ഈദ്ഗാഹ് ആവാം, അതേപോലെ തന്നെ പള്ളിയാവാം, ഏതുമാവാം. അപ്പോ നമസ്കരിക്കപ്പെടുന്ന സ്ഥലം, നമസ്കാരം നിർവഹിക്കപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ബാക്കിയുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് കറാഹത്താണ്. വീട്ടിലെത്തിയതിനു ശേഷമാണെങ്കിൽ കുഴപ്പമില്ല. 8 നഫില് നമസ്കരിച്ചു കൊണ്ടിരുന്നാൽ ഫർദ് നമസ്കാരം ഖളാ ആയി പോകുമെന്ന് ഭയമുള്ള സമയം. അതായത് ഖളാ ആവാൻ ഇനി ആകെ കുറച്ച് 4-5 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ തഖ്വ അങ്ങ് കൂടി 2 റക്അത്തൊക്കെ സുന്നത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് അപ്പൊ നമസ്കരിക്കുമ്പോഴേക്കും അസ്ർ ഖളാ ആയി അല്ലെങ്കിൽ ളുഹർ ഖളാ ആയി. ഇത് പാടില്ല. അപ്പോ സമയം എടുക്കമായി കഴിഞ്ഞാൽ ബാക്കിയുള്ള സുന്നത്ത് നമസ്കാരം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദ് നമസ്കാരം ഖളാ ആയി പോകുമെന്നുണ്ടെങ്കിൽ ഫർളിനെയാണ് മുന്തിക്കേണ്ടത്, ഫർളിനെയാണ് നിർവഹിക്കേണ്ടത്. 9 കഠിനമായ വിശപ്പുള്ള സമയത്ത് നമസ്കരിക്കാൻ പാടില്ല എന്നല്ല. കഠിനമായ വിശപ്പ് വരികയും ഭക്ഷണം വരികയും ചെയ്തു കഴിഞ്ഞാൽ അയാൾ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി കഴിഞ്ഞാലും ഫുള്ള് ചിന്ത ഫിക്ർ മുഴുവൻ ഭക്ഷണത്തിലേക്കായിരിക്കും എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ് എങ്കിൽ അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം നമസ്കരിക്കുകയാണ് വേണ്ടത്. പിന്നെ അതേപോലെ അത് ഫർദ് നമസ്കാരമല്ല, നഫിൽ നമസ്കാരത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്, സുന്നത്ത് നമസ്കാരത്തിന്റെ. 9 10 ഇനി 10ാമത്തേത് മലമൂത്ര വിസർജനത്തിന് ആവശ്യമുള്ളപ്പോൾ, അതിന്റെ അത്യാവശ്യ ഘട്ടമാണ് എങ്കിൽ നഫിൽ നമസ്കാരം ആ ഒരു സമയത്ത് നമസ്കരിക്കാതിരിക്കുക. 11 ഹൃദയത്തിൽ ഏതെങ്കിലും ചിന്ത ഉണ്ടാവുകയും അത് ഭയഭക്തിക്ക് കോട്ടമുണ്ടാവുകയും ചെയ്യുമെന്ന് തോന്നുമ്പോൾ. നഫിൽ നമസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പോ ഒരാൾക്ക് ശക്തമായിട്ടുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ ശക്തമായ സങ്കടം ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കിട്ടുകയില്ല, അതേപോലെ ഭയഭക്തി കിട്ടുകയില്ല, ഖുശൂഅ് കിട്ടുകയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരൽപ്പം കഴിഞ്ഞതിന് ശേഷം ആ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങി അല്ലെങ്കിൽ ആ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറി ആ കെട്ടൊക്കെ ഒന്ന് അഴിഞ്ഞതിന് ശേഷം സുന്നത്ത് നമസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത്. 12 ഹാജിമാർ അറഫയിൽ വെച്ച് ളുഹറിന്റെയും അസറിന്റെയും ഇടയിൽ ചെയ്യാൻ പാടില്ല. അറഫയിൽ വെച്ച് ളുഹറും അസറും ഒരുമിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ജമ്മ ആയിട്ടാണ് നമസ്കരിക്കേണ്ടത്. ആകെ ജമ്മ അനുവദിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു സമയം ഹജ്ജിന്റെ സമയത്ത് മാത്രമാണ്. അപ്പൊ ഈ ഹജ്ജിന്റെ സമയത്ത് ളുഹറും അസറും ഒരുമിച്ച് നമസ്കരിക്കണം. അതിനിടയ്ക്ക് അസറിന്റെ സുന്നത്തിനെ ഇടയ്ക്ക് കയറ്റാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുന്നത്തുകളെ ഇടയ്ക്ക് വെച്ച് നമസ്കരിക്കാനോ പാടില്ല. ളുഹർ കഴിഞ്ഞ ഉടനെ തന്നെ അസർ, ഇങ്ങനെയാണ് വേണ്ടത്. അതേപോലെ തന്നെ മുസ്ദലിഫയിൽ വെച്ച് മഗ്‌രിബും ഇഷാന്റെ സമയത്താണ് നമസ്കരിക്കുക. അപ്പൊ ഇതിനിടയ്ക്ക് മറ്റൊരു സുന്നത്ത് നമസ്കാരങ്ങളും നിർവഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് ഒരൽപ്പം സമയമുണ്ട്. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് ബാങ്കിന്റെ കൂടെ ഒന്ന് മനസ്സിലാക്കാം.
അപ്പൊ ഇനിയും ഒരുപാട് നമസ്കാരത്തിന്റെ ബാക്കിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുമല്ലോ. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും നിയമം. ഫർള് നമസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്കും ഇഖാമത്തും കൊടുക്കൽ പുരുഷന്മാർക്ക് മുഅക്കദായ സുന്നത്താകുന്നു. ഏത് നമസ്കാരമാവട്ടെ, ഫർളാവട്ടെ, ഫർള് നമസ്കാരം അത് അദാ ആയിട്ട് നിർവഹിക്കട്ടെ, എന്നുവെച്ചാൽ അതിൻ്റെതായിട്ടുള്ള സമയത്ത് തന്നെ നിർവഹിക്കട്ടെ, അല്ലെങ്കിൽ ഖളാ ആയ രൂപത്തിൽ, എന്നുവെച്ചാൽ ഇന്നലത്തെ നമസ്കാരമാണ്, അല്ലെങ്കിൽ ളുഹർ ഖളാ ആയത് അസറിന്റെ സമയത്ത് നമസ്കരിക്കുകയാണ്, ആ ഒരു സമയത്തും ബാങ്കും ഇഖാമത്തും കൊടുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. അവൻ സ്വദേശത്താവട്ടെ, നാട്ടിൽ താമസിക്കുന്നവനാവട്ടെ, യാത്ര ചെയ്യാത്തവനാവട്ടെ, അതേപോലെ യാത്രയിലാവട്ടെ, മുസാഫിറാവട്ടെ, ജമാഅത്തായി നമസ്കരിക്കുന്നവനാവട്ടെ, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവനാവട്ടെ, ജമാഅത്തായിട്ടാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ബാങ്ക് ഇഖാമത്തും കൊടുക്കൽ സുന്നത്താണ്. അപ്പോ ഇനി വേണമെങ്കിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണ്, ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞു എങ്കിൽ അവന് ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അവൻ ഇഖാമത്ത് മാത്രം കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്യുക, ഫർള് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. കാരണം ബാങ്ക് ഓൾറെഡി പള്ളിയിൽ കൊടുക്കപ്പെട്ടതാണ്. അവൻ ബാങ്ക് കേട്ടിട്ടുണ്ട് എങ്കിൽ, ഈ ബാങ്ക് അവൻ കേട്ടിട്ടില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യണം, ബാങ്ക് കൊടുത്ത് അതേപോലെ തന്നെ ഇഖാമത്തും കൊടുത്ത് നിർവഹിക്കണം. ഇനി ബാങ്ക് എന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇത് നമുക്ക് രണ്ട് രൂപത്തിൽ പറയാം. ഒന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതിനെ രണ്ടും പിരിച്ച് നിർത്തി നമുക്ക് പറയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നുള്ള രൂപത്തിൽ നമുക്ക് പറയാം. അല്ല എങ്കിൽ ചേർത്ത് പറയുകയാണെങ്കിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ശരിക്കും അല്ലാഹു അക്ബറു എന്നാണ് വരിക, അക്ബറു. അപ്പൊ അതിനെ ചേർത്ത് പറയുമ്പോൾ റുല്ലാഹു എന്നാണ് പറയേണ്ടത്, അല്ലാഹു അക്ബർ റുല്ലാഹു. പക്ഷെ അധിക പള്ളികളിലാണെങ്കിലും സ്ഥലത്താണെങ്കിലും ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോവാറുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു, നമ്മളും കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഈ രൂപത്തിലായിരിക്കണം. അപ്പോ അല്ലാഹു അക്ബർ അല്ലാഹു, റ എന്ന് പറയാൻ പാടില്ല, മറിച്ച് അല്ലാഹു അക്ബർ അല്ലാഹു എന്നാണ് പറയേണ്ടത്. എന്താണ് ഇതിനർത്ഥം? അതേപോലെ അല്ലാഹു അക്ബർ അത് പറയാൻ പാടില്ല. കാരണം അല്ലാഹു എന്ന് പറഞ്ഞാൽ അല്ലാഹു ആണോ എന്നുള്ളതാണ്. അത് വലിയൊരു ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. കുഫറിലേക്ക് വരെ എത്തിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള തെറ്റാണ്. ഈ ബാങ്ക് കൊടുക്കേണ്ട ഒരിക്കലും മ്യൂസിക്കിന്റെ രൂപത്തിലല്ല, മറിച്ച് അതിനെ അതിൻ്റെതായിട്ടുള്ള ശൈലിയിൽ. കാരണം അള്ളാഹുവിന്റെ നാമങ്ങളാണ് ഉച്ചരിക്കുന്നത്. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അള്ളാഹു വലിയവൻ എന്നല്ല, മറിച്ച് ഏറ്റവും വലിയവൻ അള്ളാഹു ആണ് എന്ന് ആവർത്തിച്ച് 4 തവണ പറയുകയാണ്. അപ്പോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇതായി 4 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് 2 തവണ പറയുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് അർത്ഥം? അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല, ഒരു ദൈവവുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അത് 2 തവണ പറയുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. പിന്നെ അതേപോലെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അതിനുശേഷം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിനാൽ നിയോഗിതനായിട്ടുള്ള വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള അർത്ഥത്തിൽ അത് 2 തവണ പറയുക. മറ്റൊന്ന് ഹയ്യ അലസ്സലാ, ഹയ്യ അലസ്സലാ, ഹയ്യ അലസ്സലാ എന്ന് പറഞ്ഞാൽ ഹയ്യ അല, അറബിയിൽ ഹയ്യ അല എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. ഈ കച്ചവടത്തിലേക്കുള്ള ആളുകൾ വിളിക്കുന്ന കേട്ടില്ലേ, ഹോട്ടലിലേക്ക്, ഇതിനെയാണ് ഹയ്യ അല എന്ന് പറയുക. അപ്പൊ ഹയ്യ അലസ്സല, നമസ്കാരത്തിലേക്ക് വരുവിൻ, നമസ്കാരത്തിലേക്ക് വേഗത്തിൽ വരുവിൻ, ബാക്കി എല്ലാ കാര്യങ്ങളും നിർത്തി നമസ്കാരത്തിലേക്ക് വരും. അതേപോലെ ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വരും. നമസ്കാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ദുനിയവിയായ ഉഖ്റവിയായ ഇരു ലോകത്തുമുള്ള വിജയമാണ്. ആ നമസ്കരിക്കുന്നവർക്ക് ഭയങ്കര സമാധാനമാണ്. നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പല സങ്കടമുള്ള സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനുള്ള സമയത്ത്, എന്തെങ്കിലും നഷ്ടത്തിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിന്റെ പേരിലൊക്കെ ടെൻഷനുള്ള സമയത്ത് നമസ്കരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു റിലീഫ്, നമ്മുടെ ആ മേത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ കെട്ടങ്ങ് പൊട്ടിപ്പോകുന്ന രൂപത്തിൽ, അഴിഞ്ഞു പോകുന്ന രൂപത്തിൽ, ആ സങ്കടങ്ങളെല്ലാം അലിഞ്ഞില്ലാതായി തീരുന്ന രൂപത്തിൽ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. റബ്ബിനോട് പറയുന്ന സമയത്തുള്ള ഒരു മനസ്സിനുള്ള വിശാലതയാണ്. അപ്പോ ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് കടന്നു വരും, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് പറയപ്പെടുന്നത്. ഇത് 2 തവണ പറയുക. പിന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ,
ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് 2 തവണ പറയുക ലാസ്റ്റ്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. ഇനി അത് സുബഹി നമസ്കാരമാണ് എങ്കിൽ ഒന്നുകൂടെ അധികരിപ്പിക്കാനുണ്ട്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. എന്താണ്? അസ്സലാത്തു നമസ്കാരമാകുന്നു. അറിയണം, അസ്സലാത്തു നമസ്കാരമാണ് ഖൈറും മിനൻ നൗം. ഈ ഉറക്കത്തെക്കാളും ഏറ്റവും ഉത്തമമായത് നമസ്കാരമാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഈ ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്ക്ക് ശേഷം ചേർത്ത് കൊടുക്കാനുണ്ട്. അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് 2 തവണ പറഞ്ഞതിന് ശേഷം പിന്നെയാണ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ഇതാണ് ബാങ്കിന്റെ രൂപം. ഇഖാമത്തിന്റെ രൂപം ഇതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഈ പറയപ്പെട്ട എല്ലാതും ഓരോ തവണയാണ് ഇഖാമത്തിൽ പറയേണ്ടത്. ഓരോ തവണ ഷാഫി മതം അനുസരിച്ച് ഓരോ തവണയാണ് പറയേണ്ടത്. എന്ന് വെച്ചാൽ അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്. ഇത് ഷാഫി മതം അനുസരിച്ചാണ്. ഹനഫി മതം അനുസരിച്ച് ബാങ്ക് പോലെ തന്നെയാണ്. യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം ഖദ് ഖാമത്തിസ് സ്വലാഹ്, ഖദ് ഖാമത്ത് തീർച്ചയായും നിലനിൽക്കുന്നു, നിലകൊണ്ടിരിക്കുന്നു അസ്സലാത്തു നമസ്കാരം. ഇതാ നമസ്കാരത്തിന്റെ സമയം സമാഗതമായിരിക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള അറിയിപ്പ് 2 തവണ പറയാം. ഖദ് ഖാമത്തിസ് സ്വലാ, ഖദ് ഖാമത്തിസ് സ്വലാ എന്നുള്ളത് പറയുക. ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥസഹിതം നമുക്ക് നോട്ട്സിൽ എഴുതാവുന്നതാണ്. അപ്പോ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് വളരെ ഉറക്കെ നമ്മൾ പരമാവധി എന്ത് ചെയ്യാം? ഉറക്കെ കൊടുക്കുക. കാരണം ഷൈത്താന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. നമ്മള് ബാങ്ക് കൊടുത്തതിന് ശേഷം ചൊല്ലുന്ന ദുആ എന്താണ്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ. അല്ലാഹുവേ ഈ പൂർണ്ണമായ ദഅവത്ത് എന്നാണ്. അപ്പോ ഏറ്റവും വലിയ ദഅവത്ത് എന്ന് പറയുന്നത് ബാങ്കാണ്. കാരണം ഏറ്റവും ഉത്തമമായിട്ടുള്ള നമസ്കാരം, ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കലാണ് ബാങ്ക്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇബാദത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ള ഒരു ബാങ്ക്, ആ ഒരു ക്ഷണം, ആ ദഅവത്ത്, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദഅവത്ത്. ബാങ്കാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദഅവത്ത്. നമസ്കാരം പിശാചിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുക എന്നുള്ളതും പിശാചിന് ഏറ്റവും വെറുപ്പുളവാക്കുന്ന, ദേഷ്യമുള്ള കാര്യമാണ്. ശൈത്താൻ ഹദീസുകളിൽ കാണാം, ഏഹ് കീഴ്വായി ഓടുകയും വളരെ ദൂരം ബാങ്ക് കേൾക്കുന്നതിനപ്പുറത്തേക്ക് പോവുകയും അതേപോലെ തന്നെ തലയിൽ മണ്ണിടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ വീണ്ടും തിരിച്ചു വരും. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നവരെ അവരുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളിട്ട്, ദുനീവിയായിട്ടുള്ള ചിന്തകളിട്ട് അവരെ നമസ്കാരത്തിൽ നിന്നും അള്ളാഹുവിൽ നിന്നും ദൂരത്താക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കായിട്ട് അവൻ വീണ്ടും തിരിച്ചു വരുന്നത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വ്യത്യാസം, ബാങ്ക് വളരെ സാവകാശമാണ് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നിർത്തി ഓരോ അക്ഷരങ്ങളും വ്യക്തമാക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. ഇഖാമത്ത് വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കണം. ഇഖാമത്ത് കൊടുത്തതിന് ശേഷം തന്നെ നമസ്കാരം എത്രയും പെട്ടെന്ന് നമസ്കരിക്കുക എന്നുള്ളതാണ് നിയമം. ഒരുപാട് വൈകിപ്പിക്കാൻ പാടില്ല. എന്നാൽ ബാങ്ക് അങ്ങനെയല്ല. ബാങ്ക് ആ ഒരു സമയമായി എന്നുള്ള, നമസ്കാരത്തിന്റെ സമയമായി എന്നറിയിക്കുന്നതിനാണ് ബാങ്ക് ഉള്ളത്. ഇനി ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ ബാങ്കിന്റെ സുന്നത്തുകള്, അതേപോലെ ബാങ്കിന്റെ മുസ്തഹബുകള്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാ ഇനിയുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു എന്ത് കേൾക്കുന്നു, എന്ത് പഠിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ട് അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ പഠിക്കുന്ന ഇൽമ്, നമ്മൾ ചെയ്യുന്ന അമല്, ഇതെല്ലാം കാരണമായി റബ്ബ് സുബ്ഹാനഹു തആല ഇരു ലോകത്തും വിജയം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തെങ്കിലും ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളോ, അല്ലെങ്കിൽ ഉസ്താദ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ള എന്തെങ്കിലും സജഷൻസ്, നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതും അറിയിക്കാം ഇൻഷാ അള്ളാ. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും ഇൻഷാ അള്ളാ ഉൾപ്പെടുത്താവുന്നതാണ്. അത് ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഗ്രൂപ്പിലോ നമുക്ക് അറിയിക്കാം. അപ്പോ നമ്മൾ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമസ്കാരം 2 രൂപത്തിലാണ്. റുക്കുഉം സുജൂദുമുള്ള നമസ്കാരം. അതിനെയാണ് 3 തരമാക്കിയത്. ഫർള്, നഫല്, സുന്നത്ത് എന്നുള്ളത്. അതേപോലെ മറ്റൊന്ന് റുക്കുഉം സുജൂദും ഇല്ലാത്ത നമസ്കാരം. ഇത് ആർക്കാണ് അറിയാം? ആരും പറഞ്ഞിട്ടില്ല. പറയാനുള്ള ഓപ്ഷൻ ഇല്ല ഇതില്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ജനാസ നമസ്കാരം, മയ്യത്ത് നമസ്കാരമാണ് റുക്കുഉം സുജൂദും ഇല്ലാത്ത നമസ്കാരം.
4 തക്ബീറുകൾ മാത്രമാണുള്ളത്. ആ നിന്നുകൊണ്ട് തന്നെയാണ് സലാം വീട്ടേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നുള്ള ഒരു സലാം നിന്നുകൊണ്ട് തന്നെയാണ് സലാം വീട്ടേണ്ടത്. റുക്കുഉം സുജൂദും ഇല്ലാത്ത നമസ്കാരം, ഏക നമസ്കാരം അത് മയ്യത്ത് നമസ്കാരം മാത്രം. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകൾ വളരെ ഗൗരവത്തോടു കൂടി കേൾക്കുകയും അതേപോലെ നോട്ട്സ് അൽഹംദുലില്ലാഹ് നമുക്ക് നോട്ട്സുകൾ നൽകപ്പെടുന്നുണ്ട്. ആ നോട്ട്സിന്റെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ വീണ്ടും വീണ്ടും അത് ഓർത്തെടുക്കുകയും അതേപോലെ തന്നെ പലതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ നോട്ട് ചെയ്ത് എഴുതി ശേഖരിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.